ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ രുഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങൾ നല്ല ബോധ്യത്തോടെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ്. ഈ ദിവസങ്ങളിലെല്ലാം പലയിടങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു വാചകമുണ്ട്: ഇടവക പള്ളി നാനാജാതി മതസ്ഥരുടേതാണ്, നാനാജാതി മതസ്ഥര് അതിനകത്തൂടെ മതസൗഹാർദ്ദമായി ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ ഇടവക പള്ളി നാനാജാതി മതസ്ഥരുടേതാണോ? അല്ല. ഇടവക പള്ളി ഇടവകക്കാരുടേതാണ്. ഇടവക പൊതുയോഗത്തിൻ്റെയാണ്. ഇടവക പൊതുയോഗം സഭാ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണ്. അതിനൊരു ഹൈറാർക്കി ഉണ്ട്. അത് ഭരണകാര്യമാണെങ്കിൽ ആരാധനാകാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ പാടുന്നുണ്ട്: രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. യഥാർത്ഥത്തിൽ ആ പള്ളി ആരുടേതാണോ ആ പള്ളിയിൽ ഔദാശികമായി സംബന്ധിക്കുവാൻ യോഗ്യതയുള്ളത് ആ സഭയിലെ അംഗങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയത്തിൽ നിങ്ങൾക്കറിയാം, യാചിക്കേണ്ടും സമയങ്ങളുടെ സമയത്ത് ധൂപക്കുറ്റി വീശി വരും. എന്തുകൊണ്ടാണ് ധൂപക്കുറ്റി വീശി വരുന്നത്? വളരെ അർത്ഥവത്താണ്. അത് നമുക്ക് കുരിശൊഴിക്കാൻ വേണ്ടിയല്ല. വിശ്വാസ പഠിതാക്കൾക്ക് ദേവാലയത്തിനകത്ത് രണ്ട് വിഭാഗക്കാരുണ്ട്. ഒന്ന് വിശ്വാസം പഠിക്കുന്നവരും, രണ്ട് വിശ്വാസികൾ. വിശ്വാസം പഠിക്കുന്നവർ വിശ്വാസികളല്ലാത്തതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗമായ അനാഫോറ തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാഗം, യാചിക്കേണ്ട സമയത്ത് വരെയുള്ള ഭാഗത്ത് ആർക്കും നിൽക്കാം. എന്നാൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ അല്ലാത്ത വിശ്വാസ പഠിതാക്കൾ ദേവാലയത്തിന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങി അവരെ ആ പള്ളി അടയ്ക്കും. എന്തിനു വേണ്ടിയാ? വിശ്വാസികൾ മാത്രം പങ്കെടുക്കാൻ. അപ്പോൾ രണ്ട് രീതിയിലും, ആരാധനാപരമായും ഭരണപരമായും, ഒരു കാരണവശാലും നാനാജാതി മതസ്ഥരുടേതല്ല പള്ളി. പിന്നെ എന്താണ് നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയുള്ളതാ പള്ളി. രണ്ടർത്ഥത്തിൽ. ഒന്ന്, നേരത്തെ പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും വിശ്വാസം പഠിച്ച് വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് സഭയിലെ അംഗമാകാം, ഒരു തർക്കവുമില്ല. സഭയിലെ അംഗമാകാം, ഒരു തർക്കവുമില്ല. രണ്ട്, ഏതൊരു മനുഷ്യനും അവന്റെ കണ്ണുനീര് പൊഴിക്കാൻ തുറന്നു കൊടുക്കേണ്ട വാതിലാണ് ദൈവാലയത്തിന്റെ വാതിൽ. ഏതു മനുഷ്യനും വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അവന്റെ ഒരു നേരത്തെ കണ്ണുനീരിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രതിഫലം കിട്ടുവാൻ വേണ്ടി യഥാർത്ഥമായ വഴിയാണ് ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദേവാലയത്തിൽ എന്തെങ്കിലും ഒരു ഭക്ഷണമോ നേർച്ചകളോ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ കൊടുക്കണം. കാരണം അയൽവക്കക്കാരനെ സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. അത് ഏത് മതക്കാരനല്ല, അയൽവക്കക്കാരനെ സ്നേഹിക്കാൻ. ഇത് നമ്മൾ കുർബാന ആർക്കും കൊടുക്കില്ല. കുർബാന സഭയിലെ അംഗങ്ങൾക്ക് മാത്രം. എന്നാൽ മറ്റു കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവരെയും കൂടെ സ്നേഹിച്ചും കരുതിയുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ദേവാലയത്തിൽ നമുക്കറിയാം, ഈ പെരുന്നാളൊക്കെ അടുത്തു വരും, നമ്മൾ അനവധി ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ അനവധി ദാനധർമ്മങ്ങൾ എല്ലാം തന്നെ നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് പള്ളി നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയാണ്, നാനാജാതി മതസ്ഥരുടേതല്ല. അവിടെ ദൈവികമായി ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ ഉള്ള സ്ഥലമാണ് പള്ളി. ആ ബോധ്യം പലപ്പോഴും നമ്മളെയൊക്കെ, എന്നെ ഉൾപ്പെടെ, മാറ്റിമറിക്കുന്നുണ്ട്, അല്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്ഥലമാണ് പള്ളി എന്ന് വിചാരിക്കുന്നുണ്ട്. അതെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എത്രമാത്രം ഞാനതിൽ പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ആയി കഴിയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് തോന്നില്ല. ഇനി അപ്രകാരമാണെങ്കിൽ പോലും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ദേവാലയം എല്ലാവരെയും കരുതുന്നത് തന്നെ, എല്ലാവർക്കും വരാൻ പറ്റുന്ന, പക്ഷെ കൗതാശികമായ ഭാവങ്ങളും ഭരണപരമായ കാര്യങ്ങളും വിശ്വാസികൾക്ക് മാത്രം സ്വന്തമാണ്. വിശ്വാസികൾക്ക് മാത്രം. ഞാനിരിക്കുന്ന പള്ളിയിലാണെങ്കിലും എത്രയോ പേര് വരും, എന്തെല്ലാം കാര്യങ്ങൾ വരും.
പക്ഷെ അതൊന്നും ആരാധനപരമായ ജീവിതത്തിനോ ദൈവികമല്ലാത്ത കാര്യങ്ങൾക്ക് ഒന്നും വേണ്ടിയുള്ളതല്ല. അതെപ്പോഴും നമ്മെ ഭരിക്കാനിടയാകട്ടെ. നിങ്ങളുടെ ചെറിയ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.